ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ലെസൺ ആണ്. ക്ലാസ് 9 CBSE കാവേരി വിൻസ് ഓഫ് ചേഞ്ച്. ഇപ്പോൾ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആൻഡ് സമ്മറി. വിൻസ് ഓഫ് ചേഞ്ച് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ വി ഹാവ് വേരിയസ് ഹാൻഡ് ഫാൻ, റൈറ്റ്? നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന മുമ്പ് നമ്മൾ വിഷറി, മലയാളികൾ പറയുന്ന വിഷറി. അപ്പോൾ വിഷറിയുടെ ചരിത്രം, അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്ത ഡിസൈൻസും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിൽ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം. ഓക്കെ. Winds of Change is an expository article that traces the history, regional variety, and present day challenges of the Indian traditional hand fan, the Panga. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിൻസ് ഓഫ് ചേഞ്ച് ഒരു എക്സ്പോസ് ചെയ്യുന്ന എന്താണ് കാണിക്കുന്നത്, ഈ ഹാൻഡ് പങ്ക എന്ന് പറയുന്ന നമ്മുടെ ഈ വിഷറിയുടെ ചരിത്രം, അതിൽ റീജിയണൽ വെറൈറ്റീസ്, വ്യത്യസ്ത റീജിയനിൽ വ്യത്യസ്ത വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രസന്റ് കാലഘട്ടത്തിൽ അത് ചാലഞ്ച്, വിഷറി അല്ലെങ്കിൽ പങ്ക ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒറിജിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഓവറോൾ സമ്മറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഒറിജിൻ, ദ ആർട്ടിക്കിൾ ബിഗിൻസ് ബൈ എക്സ്പ്ലെയിനിങ് ദ എറ്റിമോളജി ഓഫ് ദ വേർഡ് പങ്ക, ഡിറൈവ്ഡ് ഫ്രം പങ്ക് മീൻസ് ഫെദർ. ഓക്കെ. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് എറ്റിമോളജി ഓഫ് ദ വേർഡ്, ഈ ഓ, പിന്നെ പങ്ക എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നുണ്ടായി എന്നുള്ളതിൻ്റെ എറ്റിമോളജി ഒക്കെ, അതിൻ്റെ ചരിത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ആ വാക്ക് എടുത്തിട്ടുള്ളത് പങ്ക് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്. ഫെദർ എന്നാണ് അതിൻ്റെ അർത്ഥം, തൂവൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ പങ്ക ഓൾ ഫാൻസ് ആൻഡ് ദ ഏൻഷ്യൻ പങ്കി, എ സ്മോൾ പ്ലംഡ് ഫാൻ. അതുപോലെ തന്നെ അതിൽ ഡിസ്റ്റിങ്വിഷൻ എന്നതാണ്, അത് ഇത് ചെയ്യാണ്, അതായത് സെപ്പറേറ്റ് ചെയ്യുന്നു. അത് വ്യത്യസ്തമായിട്ടൊന്ന് പങ്ക എന്ന ഓൾ ഫാൻസും അതുപോലെ ആൻഷ്യൻ പങ്കി ചെറിയ ഫാനിനെയും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ദ ആർട്ടിക്കിൾ നോട്ട്സ് ദാറ്റ് എവിഡൻസ് ഓഫ് പങ്കാസ് ഇൻ ഇന്ത്യ ഡേറ്റഡ് ബാക്ക് ടു സെക്കൻഡ് സെഞ്ചുറി CE, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുണ്ടായിട്ടുണ്ട്. പങ്കാസ് യൂസ് ചെയ്തിരുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും പറയും ത്രൂ ബുദ്ധിസ്റ്റ് വാൾ പെയിന്റിങ് അറ്റ് അജന്ത, എല്ലോറ കേവിനൊക്കെ അതിൻ്റെ ചിത്രങ്ങൾ, കേവിൽ പുറത്ത് വെച്ചിട്ടുള്ള ചിത്രങ്ങളിൽ, ബുദ്ധിസ്റ്റ് വാൾ പെയിന്റിങ്സിൽ ഈ പങ്ക നമ്മൾ പറയുന്ന വിഷറി കാണാൻ പറ്റുന്നുണ്ട്. 2000 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് അതിനർത്ഥം. പിന്നീട് പറയുന്നത് ഏൻഷ്യൻ പങ്കാസ് വെയർ യൂസ്ഡ് ഇൻ ടെമ്പിൾസ് ആൻഡ് റോയൽ കോർട്ട്സ് ആൻഡ് വാരീഡ് ഇൻ സൈസ് ഫ്രം ടൈനി 2-inch ഫാൻസ് ടു ലാർജ് വൺസ് റിക്വയറിങ് എ പേഴ്സൺസ് ഫുൾ ആം സ്ട്രെങ്ത്. പിന്നെ പറയുന്നത് ഈ ഏൻഷ്യൻ്റ് പുരാതന കാലത്തുള്ള ഈ പങ്കാസ് അമ്പലങ്ങളിലും, ടെമ്പിൾസ്, അമ്പലം, റൈറ്റ്, റോയൽ കോർട്ട്, രാജാവിൻ്റെ കൊട്ടാരത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് വ്യത്യസ്ത ടൈനി, ചെറുതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഫുൾ കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന ഒരു വലിയ പങ്കയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് നോക്കാം. ഓവർ ടൈം പങ്കാസ് ബിക്കെയിം സിഗ്നിഫിക്കൻറ്റ് കൾച്ചറൽ ഗുഡ്സ് ട്രേഡ്സ് അക്രോസ് ഇന്ത്യ. അങ്ങനെ കുറേ കാലം, സമയങ്ങൾ എടുത്ത് ഗ്രാജുവലി പങ്കാസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട, സിഗ്നിഫിക്കൻ്റ് എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഗുഡ്. ഒരു ഗുഡ് മീൻസ് ഒരു ഐറ്റം ആയിട്ട് മാറി അക്രോസ് ദ ഇന്ത്യ. ഐറ്റമായിട്ട് കച്ചവടത്തിൻ്റെ ഐറ്റം, ട്രേഡ്സ് അക്രോസ് ഇന്ത്യ എന്നാണ് അത് മാറി. ദേ വേർ കൺസിഡേർഡ് എക്സോട്ടിക് ആൻഡ് സ്റ്റൈലിഷ്. അത് വളരെ എക്സോട്ടിക്, മനോഹരവും സുന്ദരവുമായിരുന്നു, ഒരു അട്രാക്റ്റീവുമായിരുന്നു ഈ പറയുന്ന പങ്ക എന്ന് പറയുന്ന സാധനം, നമ്മുടെ വിഷറി. ഓക്കെ. ഞാൻ വിഷറി എന്ന് മലയാളത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. വൈൽ ദർ വാസ് സം commonality in their use across the country, different regions developed their own distinct varieties using local materials. അവർ പല റീജിയൻസും, ഇപ്പോൾ കേരള സൗത്ത്, നോർത്ത് പോലത്തെ റീജിയൻസ് പല രീതിയിലുള്ളതാണ് അത് അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെടുത്ത് പറയുന്നത്, ആ, നമുക്ക് എടുത്ത് പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് ബാംബു, നമ്മുടെ മുള, കെയിന്, പിന്നെ അതുപോലെ തന്നെ പാം ലീഫ് കൊണ്ട് ഉണ്ടാക്കുന്ന സിൽക്ക്, ബ്രാസ് മെറ്റലാണ്, ലെതർ, സിൽവർ ആൻഡ് വിത്ത് ഇൻട്രിക്കേറ്റ് റീജിയണൽ ഡിസൈൻസ്. ഇതുകൊണ്ടൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രിക്കേറ്റ് മീൻസ് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള
കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റീജിയണൽ വെറൈറ്റീസ്. The article then takes the reader on a regional tour of India's Panka traditions. അപ്പോൾ ഇൻ രാജസ്ഥാൻ, ഇനി ആർട്ടിക്കിളിൽ പോകുന്നത് രാജസ്ഥാനിലെ വ്യത്യസ്തമായിട്ടുള്ള പങ്കാസിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യം പറയുന്നത് ദ അപ്ലീഗ് ഹാൻഡ് ഫാൻ ഈസ് മെയ്ഡ് ഓഫ് ഫാബ്രിക് പീസസ് സ്വീൻ ഓൺ ടു ക്ലോത്ത് വിത്ത് ഓർണമെന്റൽ നീഡിൽ വർക്ക്. പിന്നെ പറയുന്നത് സോർഡോസി. ഇപ്പൊ അപ്ലീക്കും അതാണ് സാർദോസി ഫാൻ ഫീച്ചേഴ്സ് ഗ്ലിറ്ററിംഗ് ഗോൾഡ് ത്രെഡ് വർക്ക്. അപ്പോൾ രാജസ്ഥാന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അപ്ലീഗ്. അപ്ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ രീതി, പ്രത്യേക രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ഹാൻഡ് മെയ്ഡ് ഫാനാണ്. ഇസ് മെയ്ഡ് ഓഫ് ഫാബ്രിക് പീസസ് ആൻഡ് അതിൽ തുന്നിച്ചേർത്തിരിക്കുന്ന എന്ത് ക്ലോത്ത് കൊണ്ട് തുന്നിച്ചേർത്ത ഓർണമെന്റൽ നീഡിൽ വർക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ജർദോസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്ലിറ്ററിങ് ഗോൾഡ് കളറാണ്. അതിൽ ത്രെഡ് വർക്ക് ഉണ്ട്, ഗോൾഡ് കളറിലുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടെമ്പിൾ ഹാൻഡ് ഫാൻസ് ആർ മെയ്ഡ് ഓഫ് എൻക്രേവ്ഡ് ബ്രാസ് വിത്ത് ലോങ് ഹാൻഡിൽസ്. അമ്പലങ്ങളിൽ യൂസ് ചെയ്യുന്ന ഹാൻഡ് ഫാൻസ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രാസ് എൻഗ്രേവ് ചെയ്തിട്ടാണ്. അതിൻ്റെ പിടിയിൽ ബ്രാസ് ഇത് ചെയ്തിട്ടാണ്. ദ പെയിന്റഡ് ഹാൻഡ് ഫാൻ ഈസ് എ കാർഡ്ബോർഡ് പങ്ക വിത്ത് റിലീജിയസ് ഇമേജറി ഓഫർ ടു ഗോഡ്സ്. പിന്നെ മൂന്നാമത്തെ ഐറ്റം പറയുന്നത് പെയിന്റഡ് ഹാൻഡ് ഫാൻ ആണ്. ദിസ് ഫാൻ ഈസ് ആക്ച്വലി മെയ്ഡ് ഓഫ് കാർഡ്ബോർഡ്സ്. and അതിൽ നല്ല റിലീജിയസ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ലോർഡ് കൃഷ്ണ, ലോർഡ് വിഷ്ണു, ലോർഡ് ശിവ ഇവരുടെയൊക്കെ ചിത്രങ്ങളും, പിന്നെ അതുപോലെ തന്നെ കൃഷ്ണ രാധ, ഞാൻ എക്സാമ്പിൾ പറയാണ്, കൃഷ്ണരാധയുടെ ഒക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള മനോഹരമായ പങ്കാസ് വെയർ ക്രിയേറ്റഡ് ഫ്രം രാജസ്ഥാൻ. സോ രാജസ്ഥാനിലെ മൂന്ന് ടൈപ്പ് ഓഫ് ഫാനാണ് അപ്ലീഗ്, സാർദോസി ആൻഡ് ദ പെയിന്റഡ് ഹാൻഡ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലീഗും സാർദോസി എന്ന ജസ്റ്റ് ഒന്ന് ഒരു നമ്മളെ വേർഡിലേക്ക് ഒന്ന് പോവാം. എന്താണ് അതിന് കറക്റ്റ് മീനിങ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വേർഡ് മീനിങ് ഇതിൽ പറയുന്നുണ്ട്. ദ അപ്ലീഗ് എ ക്രാഫ്റ്റ് ടെക്നിക് വെയർ കട്ട് പീസസ് ഓഫ് ഫാബ്രിക് ആർ സ്വീൻ ഓൺ ടു എ ബേസ് ക്ലോസ് ടു ക്രിയേറ്റ് എ പാറ്റേൺ. അതായത് ഒരു ക്രാഫ്റ്റ് ടെക്നിക്കാണ് അത്. തുണികൾ നല്ല ഫാബ്രിക് ഉപയോഗിച്ചുകൊണ്ട് തുന്നി ചേർത്ത മനോഹരമായ ഒരു design. Okay, the applique bed cover was made from dozens of small triangular patches of silk. You understand? തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംതിങ്. അപ്പോൾ അപ്ലീഗ് എന്നൊരു മോഡലാണ്. പിന്നെ അതിൽ പറയുന്നത് സാർദോസി, എ ഫോം, ദിസ് വൺ. ഓക്കെ, സാർദോസി എ ഫോം ഓഫ് ഹെവി മെറ്റാലിക് എംബ്രോയിഡറി യൂസിങ് ഗോൾഡ് ഓർ സിൽവർ ത്രെഡ്. ഓക്കെ, ദ സാർദോസി ഷോൾ വാസ് സോ റിച്ച്ലി വർക്ക്ഡ് വിത്ത് ഗോൾഡ് ത്രെഡ് ദാറ്റ് ഇസ് ഷിമ്മേർഡ് ഇൻ ദ ലൈറ്റ്. ഓക്കെ, സോ നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ഇനി നമ്മൾ ഗുജറാത്തിലേക്ക് വരാം. ഗുജറാത്തിലേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇൻ ഗുജറാത്ത്, എലഗന്റ് കോട്ടൺ ഫാൻ വിത്ത് മിറർ വർക്ക്. Elegant cotton fans with mirror work, colorful bead fans with the silver handles, and hand-stitched kuch leather fans decorated with the thread and wool are produced. ഇപ്പോൾ ഗുജറാത്തിലെ പ്രത്യേകത എന്താണ്? എലഗൻറ്റ് കോട്ടൺ ഫാൻസ്, അതിൽ മിറർ വർക്ക് ഉണ്ടാവും, കളർഫുൾ ബീഡ്സ് ഉണ്ടാവും, മുത്തുകൾ. ഓക്കെ, ആൻഡ് ഹാൻഡ് സ്റ്റിച്ച്ഡ് കുച്ച് ലെതർ ഫാൻസ് ഡെക്കറേറ്റഡ് വിത്ത് ത്രെഡ് ആൻഡ് wool are produced. Gujarat is India's center of bead craft, and it is home-based women workers have played a crucial role in sustaining this tradition through embroidery and cross stitch work. ഇപ്പോൾ ഗുജറാത്ത് ഈസ് വെരി പോപ്പുലർ ഫോർ ദിസ് ബീഡ് വർക്ക്സ്. നമ്മുടെ ഈ മുത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കിൽ വളരെ പോപ്പുലർ ആണ്. അവിടുത്തെ ലൈക്ക് ഹോം ബേസ്ഡ് വിമൻ വർക്കേഴ്സ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ജോലി ചെയ്തിരുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, യു നോ, നമ്മൾ ദ ഗ്രേസ് ഓഫ് വൊക്കേഷൻ എന്ന ചാപ്റ്ററിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് വൊക്കേഷൻ, ഇന്ത്യൻ വൊക്കേഷൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വൊക്കേഷൻ. ആൻഡ് ഇത്തരത്തിലുള്ള വർക്കുകൾ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, സർവൈവ് ചെയ്യുന്നുണ്ടോ? നമുക്ക് പറയാം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ പങ്കാസൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ
റെയർ ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ലൈക്ക് ഇറ്റ് ഇസ് സേയിങ് ബംഗാളിലെ കരകൗശല വിദഗ്ധർ സോള എന്ന് പറയുന്ന ഒരു തരം ജലപുല്ല്, സോള എന്ന് പറയുന്ന ഒരു ചെടിയുടെ സ്പഞ്ച് എന്ന് ഇംഗ്ലീഷ് പറയാം, സ്പഞ്ച് പോലുള്ള ഒരു വെളുത്ത ഉൾഭാഗം ഉപയോഗിച്ച് അതിമനോഹരമായ പങ്കകൾ അവരുണ്ടാക്കുന്നുണ്ട്. താൽ പതാർ പങ്ക എന്നറിയപ്പെടുന്ന താ ആ, താളോല കൊണ്ടുള്ള കൈവീശിപ്പങ്കകളും ബംഗാളിൽ വ്യാപകമായി ഉപയോഗപ്പെടുന്നു. ഇവ ബംഗാളി കുടുംബങ്ങളിൽ വിലമതിക്കപ്പെടുന്ന ഒരു പാരമ്പര്യ വസ്തു കൂടിയാണ്. സോ ബംഗാളിലെ കരകൗശല വിദഗ്ധർ സോള, ദറ്റ് നെയിം യു ഹാവ് ടു റിമെമ്പർ, സോള എന്ന് പറയുന്ന ഒരു ചെടി, ഒരു ജലപുല്ല് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ചെറിയൊരു സ്പോഞ്ച് പോലുള്ള വെളുത്ത ഉൾഭാഗം ഉപയോഗിച്ച് അതിമനോഹരമായ പങ്കുകൾ ദേ ക്യാൻ ക്രിയേറ്റ്. ആൻഡ് താൽ പതാർ പങ്ക എന്നറിയപ്പെടുന്ന ഈ താളോല കൊണ്ടുള്ള കൈവീശി പങ്കകളും ബംഗാളികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇവ ബംഗാളി കുടുംബങ്ങളിൽ വിലമതിക്കപ്പെടുന്ന ഒരു പാരമ്പര്യ വസ്തുവായിട്ട് നമുക്ക് കാണാൻ പറ്റും. നൗ കംസ് ടു ഉത്തർപ്രദേശ് പ്രൊഡ്യൂസസ് ഉത്തർപ്രദേശ് പ്രൊഡ്യൂസസ് ഫാഡ് ഫാഡ് എന്ന് പറയാം, ഫാഡ് റൈറ്റ്. ഉത്തർപ്രദേശ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പങ്കകളാണ് ഫാഡ്. അഡോൺഡ് വിത്ത് ഗോൾഡ്, സിൽവർ സാരി, സിൽക്ക് ആൻഡ് സാറ്റിൻ ഫ്രിൽസ്. അപ്പോൾ ഇത് ഫാഡ് എന്ന് പറയുന്ന ഈ ഒരു പങ്കുകൾ സ്വർണം, വെള്ളി, പട്ട്, സാറ്റിൻ എന്നിവ കൊണ്ട് അലങ്കാര പണികളാൽ മനോഹരമാക്കിയവയാണ്. ഓക്കെ. ബീഹാർ ഈസ് നോൺ ഫോർ ഇറ്റ്സ് കളർഫുൾ സ്റ്റേഡി ബാംബു ഫാൻസ്. ബീഹാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബീഹാർ വളരെ നിറപ്പകിട്ടാർന്ന ഉറപ്പുള്ളതുമായ മുളകൾ കൊണ്ട് കൈവീശി പങ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ പ്രശസ്തമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബീഹാർ ഇസ് നോൺ ഫോർ ദ വെരി പോപ്പുലർ. Tribal communities across India create their own versions using grass, metal, bamboo sticks, cane, and palm leaves, often featuring like a geometric pattern and striking white on red designs. Okay. അപ്പോൾ പറയുന്നത് എന്താണ്? Then I will just translate it into Malayalam. ലൈക്ക് വിവിധ ആദിവാസി സമൂഹങ്ങൾ പുല്ല്, ലോഹം, മുളക്കമ്പുകൾ, ചൂരൽ, താളോല എന്നിവ ഉപയോഗിച്ച് തനതായ ശൈലിയിലുള്ള പങ്കകൾ നിർമ്മിക്കുന്നുണ്ട്. ഇവയിൽ പലതും ജാമിതീയ രൂപകൽപ്പനകളും ചുവന്ന പശ്ചാത്തലത്തിൽ വെളുത്ത നിറത്തിലുള്ള ആകർഷകമായ അലങ്കാരങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ്. സോ പല ആദിവാസി സമൂഹങ്ങളും പുല്ല്, ലോഹം, മുളക്കമ്പ്, ചൂരൽ, താളോല എന്നിവ ഉപയോഗിച്ച് അവരുടേതായ ശൈലിയിൽ എന്തുണ്ടാക്കുന്ന പങ്കുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇവ പലതും ജാമിതീയ രൂപകൽപ്പനകളാണ്. പിന്നെ ചുവന്ന പശ്ചാത്തലത്തിൽ വെളുത്ത നിറത്തിലുള്ള, വളരെ ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത നിറത്തിലുള്ള പങ്കകളൊക്കെ അവരുണ്ടാക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത രണ്ട് പാരഗ്രാഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഹിയർ ദ മോഡേൺ ചാലഞ്ച് ദ മോഡേൺ ചാലഞ്ച് what is the main problem of like in the current world? Let's see. But the modern challenge, this article then turns to the present. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ വ്യത്യസ്ത റീജിയണൽസിലെ പങ്കുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഇപ്പോഴത്തെ ഒരു കാലത്തിലേക്ക്, വിത്ത് ദ സ്പ്രെഡ് ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നോവേറ്റീവ് ക്രിയേഷൻസ്, ദ പങ്ക കൾച്ചർ റിസ്ക് സ്ലോലി ലൂസിങ് ഇറ്റ്സ് പ്രസൻസ് എമംഗ് ഇന്ത്യൻസ്. സോ വാട്ട് ഡു യു തിങ്ക്? അതിന് പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ നിങ്ങൾക്കറിയാം ചെറിയ മിനി റീചാർജബിൾ ഫാൻസ് വരെ അവൈലബിൾ അല്ലേ നമുക്ക്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരാണ് ഇങ്ങനെ വിഷരൊക്കെ യൂസ് ചെയ്യുന്നത്? അത് വളരെ റെയറാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ടെക്നോളജിയും ഇന്നോവേഷൻസും ക്രിയേഷൻസും ഒക്കെ ആണെന്നാണ് പറയുന്നത്. സോ ഈ സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യയുടെയും വളർച്ചയുടെയും പുതുമയാർന്ന കണ്ടുപിടുത്തങ്ങളും വ്യാപകമായതോടുകൂടി കൈപ്പങ്കയുടെ ആവശ്യം വളരെ കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ.
once made for personal use, panga making has transformed into a commercial business providing livelihood to artisans. ഒരു കാലത്ത് ഇത് എന്തായിരുന്നു? വ്യക്തിഗത ഉപയോഗത്തിനായി നിർമ്മിച്ചിരുന്ന പങ്കകൾ ഇന്ന് കരകൗശല തൊഴിലാളികൾക്ക് ഉപജീവനം നൽകുന്ന ഒരു വാണിജ്യ വ്യവസായമായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരും അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു വാണിജ്യം, ഒരു എന്താ പറയുക, നമ്മളൊരു സെയിൽ, ഒരു കരകൗശല വസ്തുവായിട്ട് ഒരു ഷോ, നമുക്കൊരു എന്താ പറയുക, വി ക്യാൻ സേ ലൈക്ക് എക്സിബിഷൻ മാതൃകയായിട്ട് ഒരു മോഡലായിട്ടൊക്കെ വരുന്നുണ്ട് ചില ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, വി ക്യാൻ കീപ് ഇറ്റ് അറ്റ് ഹോം ലൈക്ക് ഷോ ഓഫ് തിങ്സ് റൈറ്റ്. അതേഴ്സ് നമുക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ഡെക്കറേറ്റീവ് ഐറ്റം ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് പങ്കകൾ, പണ്ടത്തെ സ്റ്റൈലിലുള്ള പങ്കകൾ. ഓക്കെ. ആൻഡ് the slight increase in popularity and demand for pangas is being driven by the growing variety of versions being crafted. അപ്പോൾ എന്താ പറ വാട്ട് ഈസ് ദാറ്റ് സേയിങ്? അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ നമുക്ക് അതിൻ്റെ നിർമ്മാണം ഉണ്ട്. ഏ? കാരണം വിവിധ രൂപങ്ങളിലും, അതിന് കാരണം എന്ന് പറഞ്ഞാൽ വിവിധ രൂപങ്ങളിലും ശൈലികളിലും പുതിയ പങ്കകൾ നിർമ്മിക്കപ്പെടുന്നതോടെ അവയുടെ ജനപ്രീതിയിലും ആവശ്യകതയിലും നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുകൾ ഇപ്പോഴും അത് ഇൻട്രസ്റ്റഡ് ആണ് അതിൻ്റെ, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ബ്യൂട്ടി, ഡിസൈൻസ് ആൻഡ് ഓൾ. ദ വേ ഫോർവേഡ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദ വേ ഫോർവേഡ് ആണ് മുന്നോട്ടുള്ള വഴി, മുന്നോട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ദ വേ ഫോർവേഡ്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ഇറ്റ്. ദ ആർട്ടിക്കിൾ കൺക്ലൂഡ്സ് വിത്ത് എ കോൾ ടു ആക്ഷൻ. ഈ കരകൗശലത്തെ സംരക്ഷിക്കണമെന്ന ആഹ്വാനത്തോടു കൂടിയാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. കോൾ ടു ആക്ഷൻ. ഓക്കെ. വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് ടു പ്രിസർവ് ദ ക്രാഫ്റ്റ് ഈസ് ടു സെലിബ്രേറ്റ് ഇറ്റ്. ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത് ഈ കലാരൂപത്തെ ആഘോഷിക്കുകയും അതിൻ്റെ സംസ്കാരപരമായ മൂല്യവും ചരിത്രവും കലാപാരമ്പര്യവും വിലമതിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ടു അപ്രീഷിയേറ്റ് ദ കൾച്ചർ, സ്റ്റോറീസ് ആൻഡ് ആർട്ടിസ്ട്രി that panga making represents. We have to celebrate it. Preserve the craft is to celebrate it by appreciating its culture, stories, artistry that panga making represents. അതിൻ്റെ ഭാഗമായിട്ടാണ്, dear students, you are learning this. As a part of preserving the panga, you are learning this. I think ഈ ചാപ്റ്റർ നിങ്ങൾ വായിച്ചപ്പോൾ ആയിരിക്കും പലരും ഈ പങ്കയ്ക്ക് ഇത്രയും വലിയ ചരിത്രം ഉണ്ടായിരുന്നോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവുക. Am I right? Okay. All right. So um, this allows contemporary panga makers to demonstrate their craft, regain its popularity, and build a sustainable livelihood. അപ്പോൾ ഇതിലൂടെ ഇന്നത്തെ പങ്ക നിർമ്മാതാക്കൾക്ക് അവരുടെ കരകൗശല മികവ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ഈ കലാരൂപത്തിൻ്റെ ജനപ്രീതി വീണ്ടെടുക്കാനും സുസ്ഥിരമായ ഒരു ഉപജീവനം ഉറപ്പാക്കുവാനും കഴിയും എന്ന് ഈ ചാപ്റ്ററിലൂടെ പറയുകയാണ്. Initiatives such as panga making workshops, both within and outside handicraft exhibitions, can help spread awareness about the beauty and importance of this craft in India's culture. ഇപ്പോൾ പറയുന്നത് എന്താണ്? ലൈക്ക് കരകൗശല പ്രദർശനങ്ങൾക്കകത്തും പുറത്തുമായി സംഘടിപ്പിക്കുന്ന പങ്ക നിർമ്മാണശാലകൾ, നിർമ്മാണ ശില്പശാലകൾ, പങ്ക മേക്കിംഗ് വർക്ക്ഷോപ്സ് ഒക്കെ പോലുള്ള സംരംഭങ്ങൾ ഇന്ത്യയുടെ സംസ്കാരത്തിൽ ഈ കരകൗശലത്തിൻ്റെ സൗന്ദര്യത്തെയും പ്രാധാന്യത്തെയും കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ സഹായിക്കും. അവർ പറയുന്നു, ജസ്റ്റ് ലൈക്ക് വി ക്യാൻ ക്രിയേറ്റ് എ സ്പെഷ്യൽ വർക്ക്ഷോപ്സ് ഒക്കെ, ശില്പശാലകൾ സംഘടിപ്പിക്കുകയും അങ്ങനെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓവറോൾ സമ്മറി, ദ ഡീറ്റെയിൽഡ് വൺ. Hope it is clear. Thank you very much, and follow for more. Subscribe my channel if you are first time on my channel. Thank you.